ഹായ് വെൽക്കം ഓൾ. E301ന്റെ ഫോർത്ത് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ലെക്ചർ സീരീസ് ആണ് ഇൻസുലേറ്റേഴ്സ്. ഞാൻ ഈ മൊഡ്യൂൾ ഒരു 5 അല്ലെങ്കിൽ 6 മാക്സിമം അത്ര ലെക്ചർ സീരീസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ട് ക്രോഡീകരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളതിൽ ഡീൽ ചെയ്യുന്നത് കവർ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് കേബിൾസ് എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഫോർ കേബിൾസ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് കേബിൾസ്, അതുപോലെ കേബിൾസ് ഓഫ് 3-phase സർവീസ്. Underground cable എന്താണ്? It is essentially consists of one or more conductors covered with suitable insulation and surrounded by a protecting cover. ഒരു 2-3 കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അത് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻസുലേറ്റഡ് ഉണ്ടാവും, എന്നിട്ട് ടോട്ടൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു പ്രൊട്ടക്റ്റീവ് കവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. Although several types of cables are available, the type of cable to be used will depend upon the working voltage and service requirement. അതായത് നമുക്ക് ഒരുപാട് ടൈപ്പ് കേബിൾസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കേബിൾ ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അവിടുത്തെ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്, ചിലപ്പോൾ 33 kV ആവാം, ചിലപ്പോൾ 11 kV ആവാം. ഓക്കെ, അങ്ങനെ വർക്കിംഗ് വോൾട്ടേജിനെയും അതുപോലെ നമ്മുടെ സർവീസ് എന്താണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇൻ ജനറൽ എ കേബിൾ മസ്റ്റ് ഫുൾഫിൽ ദ ഫോളോയിങ് നെസസറി റിക്വയർമെന്റ്. എന്തൊക്കെയാണ്? ദ കണ്ടക്ടർ യൂസ്ഡ് ഇൻ കേബിൾസ് ഷുഡ് ബി ടിൻഡ് stranded copper or aluminum of high conductivity. Stranding is done so that conductor may become flexible and carry more current. ഫസ്റ്റ് നെസസറി റിക്വയർമെന്റ് നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ, ടിൻഡ് സ്ട്രാൻഡഡ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ടൈപ്പ് ആയിരിക്കണം. ഈ സ്ട്രാൻഡഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സോളിഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉള്ള കണ്ടക്ടറിനെ നമ്മൾ ചെറിയ ചെറിയ ഈ മുടിയുടെ ഇട പോലെ അങ്ങനത്തെ ഇഴകളാക്കിയിട്ട് മുടി പിരിക്കണ പോലെ പിരിക്കും. അതിനാണ് ഈ സ്ട്രാൻഡഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്കുന്നതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാല്, നമുക്ക് കേബിൾ വളക്കാനും അതുപോലെ കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യുകയും ചെയ്യും. The conductor size should be such that the cable carries the desired load current without overheating and causes or voltage drop within permissible limits. കണ്ടക്ടർ സൈസ് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളുടെ ഓവർ ഹീറ്റ് ചെയ്യാതെ, അതായത് കേബിൾ നമ്മൾ കറണ്ട് പോകുമ്പോൾ ഓവർ ഹീറ്റ് ചെയ്യാതെ, അതേപോലെ വോൾട്ടേജ് ഡ്രോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്, ഇത്ര വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം പാടുള്ളൂ, അങ്ങനെ വെച്ചിട്ടുള്ള കേബിൾ വേണം, കണ്ടക്ടർ സൈസ് വേണം എന്ത് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ. ദ കേബിൾ മസ്റ്റ് ഹാവ് പ്രോപ്പർ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഇൻ ഓർഡർ ടു ഗിവ് ഹൈ ഡിഗ്രി ഓഫ് സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി അറ്റ് ദ വോൾട്ടേജ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഡിസൈൻഡ്. കേബിൾ എന്തായിരിക്കും, പ്രോപ്പർ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ഉള്ള ടൈപ്പ് ആയിരിക്കണം. കാരണം അതിന്റെ സേഫ്റ്റിയും റിലയബിലിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. The cable must be provided with a suitable mechanical protection so that it may withstand rough use in laying it. അറിയാലോ, ഒന്നും പറയണ്ടല്ലോ. The materials used in manufacture of cables should be such that there is complete chemical and physical stability. കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കലും കെമിക്കലും സ്റ്റെബിലിറ്റി എന്തായിരിക്കണം, ഇതിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് കേബിൾസ്. ഇത് ഒരു 3 കോർ കേബിളിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നതാണ് കണ്ടക്ടർ അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. അതിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഇൻസുലേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലെഡ് ഷെത്ത് ഉണ്ട്, അതാണ് മെറ്റാലിക് ഷെത്ത് പറഞ്ഞത്. ഓക്കെ, ഈ മെറ്റാലിക് ഷെത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താണ് പറയാ, മോയ്സ്ചറും അതേപോലെ ലിക്വിഡ് അങ്ങനത്തെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബെഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് കൊറോഷൻ അങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്നത്. ഇനി ഈ ആർമറിങ് എന്തിനാ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ഈ ബെഡിങ് ഇഞ്ചുറി, അതായത് മെക്കാനിക്കൽ ഇഞ്ചുറിയും കുറച്ചൊക്കെ ഒന്ന് ഇതാക്കുന്നുണ്ട്, പക്ഷെ ആർമറിങ് ആണ് ഈ മെക്കാനിക്കൽ ഇഞ്ചുറിനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ബെഡിങ്ങിൽ നിന്നും ഇതിൽ നിന്നൊക്കെ മൊത്തത്തിനെ ഒരു സേവ് ചെയ്യാനാണ് ഈ ആർമറിങ്. പിന്നെ സെർവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഈ ഇതിനെ എന്ത് ചെയ്യാതിരിക്കാൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇതിലേക്ക് വരാതെ അതിൽ നിന്ന് കൊറോഷനും അങ്ങനത്തെ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ജസ്റ്റ് ഞാൻ വായിച്ചു പോവാം. കോഴ്സ് ഓർ കണ്ടക്ടേഴ്സ്. എ കേബിൾ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ കോർ, അതായത് കണ്ടക്ടർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സർവീസ്. നമുക്ക് ഏത് ടൈപ്പ് ആണ്, സിംഗിൾ ഫേസ് ആണെങ്കിൽ എത്ര കോർ ഉണ്ടാവും, സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 കോർ ആയിരിക്കും. അങ്ങനെ അപ്പൊ ഇവിടെ 3 കണ്ടക്ടർ കേബിൾ ആണ് ഈ കാണിച്ചിരുന്നത്. 3 ഫേസ് സർവീസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദ കണ്ടക്ടേഴ്സ് ആർ മെയ്ഡ് ഓഫ് ടിൻഡ് കോപ്പർ ഓർ അലുമിനിയം ആൻഡ് ആർ യൂഷ്വലി സ്റ്റാൻഡേർഡ്. അതിനകത്ത് പറഞ്ഞില്ല, ടിൻഡ് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം ആയിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും. എന്തിനാണ്, ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേഷൻ. ഈച്ച് കോർ ഓർ കണ്ടക്ടർ ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്യൂട്ടബിൾ thickness of insulation. ഓരോ കണ്ടക്ടറും ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ thickness of layer depending upon the voltage to be withstood by the cable. കേബിൾ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്താണ് പറയുക, വോൾട്ടേജ് എത്ര ഉണ്ട് അത് ഇതാക്കാൻ. കാരണം വോൾട്ടേജ് ബ്രേക്ക് ചെയ്തിട്ട്, ഇൻസുലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, കോൺടാക്ട് ചെയ്യാൻ പാടില്ല. ദ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസ് ഫോർ ഇൻസുലേഷൻ ആർ impregnated paper, varnished cambric or rubber mineral compound.
മെറ്റാലിക് ഷെത്ത് പറഞ്ഞു പ്രൊട്ടക്ട് കേബിൾ ഫ്രം മോയ്സ്ചർ, ഗ്യാസസ്, അതർ ഡാമേജിങ് ലിക്വിഡ്സ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെറ്റാലിക് ഷെത്ത് നമ്മുടെ ഇൻസുലേഷന്റെ മുകളിലുള്ള. ഓക്കെ. പിന്നെ അതേപോലെ സോയിലിലും അറ്റ്മോസ്ഫിയറിലുള്ള അതിനാണ് നമ്മൾ പറയുക. അത് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ലെഡ് ഓർ അലുമിനിയം. ഓക്കെ, ഓർ ദ ഇൻസുലേഷൻ എസ് ഷോൺ ദ ഫിഗർ. ഇനി ബെഡിങ്. ബെഡിങ് എന്തിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? അത് മെറ്റാലിക് ഷെത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക. ഫൈബ്രസ് മെറ്റീരിയൽസ് ലൈക്ക് ജൂട്ട് അല്ലെങ്കിൽ ഹെസൈൻ ടേപ്പ് എന്ന് വെച്ചിട്ടാണ് ഈ ബെഡിങ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പർപ്പസ് എന്താണ്? ടു പ്രൊട്ടക്ട് മെറ്റാലിക് ഷെത്ത് അഗേൻസ്റ്റ് കൊറോഷൻ ആൻഡ് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി ഡ്യൂ ടു ആർമറിങ്. കൊറോഷൻ ആണ് മെയിൻ. കൂടാതെ എന്താണ് മെക്കാനിക്കൽ ഇഞ്ചുറി, ഈ ആർമറിങ് കാരണം കൊണ്ട് ഉണ്ടാവുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ആർമറിങ് ഇതിന്റെ മുകളിൽ ഉണ്ടാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറി ആർമറിങ്, അത് ബെഡിങ്ങിന്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ടു ഓർ ലോവർ ലെയർ, ടു ഓർ വൺ ഓർ ടു ലെയേഴ്സ് ഓഫ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ ഓർ സ്റ്റീൽ ടൈപ്പ് ആണ് ഉണ്ടാവുക. അതിന്റെ മെക്കാനിക്കൽ ഇഞ്ചുറി വൈൽ ലേയിങ് ഇറ്റ് ആൻഡ് ഡ്യൂറിങ് കോഴ്സ് ഓഫ് ഹാൻഡ്ലിങ്. അതായത് മെക്കാനിക്കൽ ഇഞ്ചുറി നമ്മൾ ഇത് കേബിൾ ലേയിങ് ചെയ്യുമ്പോൾ, അതായത് കേബിൾ നമ്മൾ എവിടെയാണ് വേണ്ടത് ചാൻസ് സെറ്റ് ചെയ്യുമ്പോൾ, അതേപോലെ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ ഇഞ്ചുറി ഒഴിവാകാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ചിലതിൽ എന്തുണ്ടാവില്ല, ആർമറിങ് ഉണ്ടാവില്ല. Serving. In order to protect armoring from atmospheric condition, a layer of fibrous materials like jute similar to bedding is provided over the armoring. This is known as serving. അതായത് ആർമറിങ്ങിനെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന് ഇതാക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണതാണ് എന്ത്, ഈ സർവിങ് എന്നുള്ളത്. ഇറ്റ് മേ നോട്ട് ബി ഔട്ട് ഓഫ് പ്ലേസ് ടു മെൻഷൻ ഹിയർ ദ ബെഡിങ്, ആർമറിങ് ആൻഡ് സർവിങ് ആർ ഓൺലി അപ്ലൈഡ് ടു ദ കേബിൾസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് കണ്ടക്ടർ ഇൻസുലേഷൻ ആൻഡ് ടു പ്രൊട്ടക്ട് മെറ്റാലിക് ഷെത്ത് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത്, ബെഡിങ്, ആർമറിങ്, സർവിങ്, ഇതൊക്കെ എന്തിനാണ്? ബാക്കിയുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Next, insulating materials for cables. The satisfactory operation of cable depends on a great extent upon the characteristics of the insulation used. Therefore, the proper choice of insulating material for cables is of considerable importance. അതായത് ഒരു കേബിളിന്റെ ഏറ്റവും വർക്കിന്റെ മെയിൻ ആയിട്ട് ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസുലേഷൻ തന്നെയാണ്. കാരണം ഇൻസുലേഷൻ ബ്രേക്ക് ചെയ്താൽ കേബിൾ മൊത്തം പോയി അല്ലെ. അപ്പൊ അതിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടു അവോയ്ഡ് ലീക്കേജ് കറന്റ്. ലീക്കേജ് കറന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വേണം. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ടു അവോയ്ഡ് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദ കേബിൾ. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. കാരണം ഇത് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗൺ കേബിളിനെ ഒഴിവാക്കാൻ. ഈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം. എന്തിനാണ്? മെക്കാനിക്കൽ ഹാൻഡ്ലിംഗ് ഓഫ് കേബിൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ. നോൺ ഹൈഗ്രോസ്കോപ്പിക്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് നോട്ട് ബി അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയർ ഓർ സോയിൽ. എയറിനോ സോയിലിനോ എന്ത് ചെയ്യാൻ പാടില്ല? മോയ്സ്ചർ കണ്ടന്റ് ഇതാക്കാൻ പാടില്ല. അപ്പോൾ മോയ്സ്ചർ ടെൻസ് ടു ഡിക്രീസ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. മോയ്സ്ചർ കാരണമാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാം. അതേപോലെ ബ്രേക്ക് ഡൗൺ ഓഫ് ദ കേബിൾ വരാം. ഇൻ കേസ് ദ ഇൻസുലേറ്റഡ് മെറ്റീരിയൽ ഈസ് ഹൈഗ്രോസ്കോപ്പിക്, ഇറ്റ് മസ്റ്റ് ബി എൻക്ലോസ്ഡ് ഇൻ എ വാട്ടർ പ്രൂഫ് കവറിംഗ് ലൈക്ക് ലക്ഷത്ത്. അപ്പൊ ഒരു ഹൈഗ്രോസ്കോപ്പ്, ഈ വെള്ളത്തിന്റെ അതൊക്കെ പ്രശ്നമുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷത്വത്തിന്റെ ഇതാവണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മളുടെ ചിലപ്പോൾ ബെഡിങ്ങും ഇതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് എടുക്കാൻ. നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. ലോ കോസ്റ്റ് സോ ആസ് ടു മേക്ക് ദ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എ വയബിൾ പ്രൊപ്പോസിഷൻ. ലോ കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ. അൺഅഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. കാരണം ഇതിന്റെ ഇടയിലാണ് വരുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ അതൊക്കെ അൺഅഫക്റ്റ് ചെയ്യണം. നോ വൺ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രോസസ്. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എല്ലാറ്റിനും എല്ലാ പ്രോപ്പർട്ടിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് പർപ്പസ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഏതാണ് ക്വാളിറ്റി വേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസുലേറ്റർ ഏതാണെന്ന് യൂസ് ചെയ്യണം. ദ പ്രിൻസിപ്പൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ കേബിൾസിൽ യൂസ് ചെയ്യുന്ന നോർമലി എന്ന് പറഞ്ഞാൽ റബ്ബർ, വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ, ഇംപ്രിഗ്രേറ്റഡ് പേപ്പർ, വാർണിഷ്ഡ് ക്യാമ്പ്രിക് ആൻഡ് പോളിവിനൈൽ ക്ലോറൈഡ്. ഈ ഏത് ഇതും ഒപ്പം കിട്ടില്ല, പക്ഷെ ഇതിൽ മാക്സിമം കിട്ടുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ കോമ്പിനേഷൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. റബ്ബർ ഞാൻ ജസ്റ്റ് ഇത് വായിച്ചോളൂ, നമ്മൾ വെറുതെ ടൈം ഉണ്ടായിട്ട്. ഇറ്റ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രോം മിൽക്കി സാപ്പ് ഓഫ് ട്രോപ്പിക്. ഏതിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് പറയണം. ഇറ്റ് ഹാസ് റിലേറ്റീവ് പെർമിലിറ്റി, അതായത് 2 to 3 റിലേറ്റീവ് പെർമിലിറ്റി ഉണ്ട്. ഡയലക്ട്രിക് സ്ട്രെങ്ത് 30 kW/mm ഉണ്ട്. റെസിസ്റ്റിവിറ്റി. അപ്പൊ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കണം. ഓക്കെ. ഓൾദോ പ്യുവർ റബ്ബർ ഹാസ് റീസണബിളി ഹയർ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും റീസണബിളി അതിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് മേജർ ഡ്രോബാക്സ്? എന്തൊക്കെയാണ്? റെഡിലി അബ്സോർബ്സ് മോയ്സ്ചർ പെട്ടെന്ന് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. മാക്സിമം സേഫ് ടെമ്പറേച്ചർ ലോ ആണ്. അപ്പോൾ 38°C വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് ആൻഡ് ലയബിൾ ടു ഡാമേജ് ഡ്യൂ ടു റഫ് ഹാൻഡ്ലിംഗ് ആൻഡ് ഏജസ്. അതായത് സോഫ്റ്റ് ആണ്, ലയബിൾ ആണ്, അതുകൊണ്ട് തന്നെ റഫ് ഹാൻഡ്ലിങ്ങും ഏജും വരുന്നുണ്ട്, എക്സ്പോസ് ചെയ്യുന്നുണ്ട്, ലൈറ്റിന് ഇതാകുന്നതുകൊണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. Therefore, pure rubber cannot be used as an insulating material.
അടുത്തതാണ് വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ. It is prepared a mixture pure rubber with mineral matter such as zinc ആണ് zinc oxide, റെഡ് ലെഡ് എക്സെട്ര വെച്ചിട്ട് എന്ത് ചെയ്യും ഇത് പ്രിപ്പയർ ചെയ്യും. അതേപോലെ 3 to 5% ഓഫ് സൾഫർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മിക്സിംഗ് ആയി, അതുകൊണ്ടാണ് വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബർ എന്ന് പറഞ്ഞത്. ദ കോമ്പൗണ്ട്സ് ഓഫ് ഫോംഡ് ഈസ് റോൾഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് ആൻഡ് കട്ട് ഇൻ ടു സ്ട്രിപ്സ്. ഈ കോമ്പൗണ്ടിനെ ചെറിയ ഷീറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, അത് സ്ട്രിപ്സ് ആക്കി മാറ്റും. ദ റബ്ബർ കോമ്പൗണ്ട് ഇസ് ദെൻ അപ്ലൈഡ് ടു ദ കണ്ടക്ടർ ആൻഡ് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഫ്രോം 50°C. അപ്പോൾ ഈ റബ്ബർ കോമ്പൗണ്ട് എന്ത് ചെയ്യും, കണ്ടക്ടറിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. Okay, the whole process is called vulcanization and the product obtained is known as vulcanized India rubber. Vulcanized India rubber has great mechanical strength, നല്ല mechanical strength ഉണ്ട്, durability ഉണ്ട്, wear resistant property than pure rubber. Pure റബ്ബറിനെക്കാട്ടും resistant property കൂടുതലാണ്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ സൾഫർ ഉണ്ടല്ലോ ഇതിൽ, ഇവിടെ നമ്മൾ പറഞ്ഞ 3 to 5% അത് ക്വിക്ലി എന്ത് ചെയ്യും, കോപ്പറായിട്ട് റിയാക്ട് ചെയ്യും. ഫോർ ദിസ് റീസൺ കേബിൾസ് യൂസിങ് വയർ ഇൻസുലേഷൻ ഹാവ് ടിൻഡ് കോപ്പർ കണ്ടക്ടർ. അപ്പോൾ ഈ കോപ്പർ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ടിൻഡ് കോപ്പർ കണ്ടക്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസുലേഷൻ ജനറലി ലോ ആണ്. അപ്പോൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുക ലോ ആൻഡ് മോഡറേറ്റ് വോൾട്ടേജ് കേബിൾസിലാണ്. നെക്സ്റ്റ് ഇംബ്രിഗനേറ്റഡ് പേപ്പർ. ഇത് കെമിക്കലി പൾപ്ഡ് പേപ്പർ മെയ്ഡ് ഫ്രം വുഡ് ചിപ്പിംഗ്സ് ആണ്. Impregnated with some compounds such as paraffinic or naphthenic material. This type of insulation has almost superseded with rubber insulation. It is because it has the advantages of low cost, low capacitance, high dielectric strength and high insulation resistance. ഇതിന് ലോ കോസ്റ്റ് ആണ്, ലോ കപ്പാസിറ്റൻസ് ആണ്, ഹൈ ഡയറക്ടറി സ്ട്രെങ്ത്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി, വെറുതെ നമ്മളെ ടൈം കളയല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ പറയുക വെച്ചാൽ ഹൈഗ്രോസ്കോപ്പിക്കും ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ കോമ്പൗണ്ട് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ആൻഡ് മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ പേപ്പർ ഇൻസുലേറ്റഡ് കേബിൾസ് ആർ ആൾവേസ് പ്രൊവൈഡഡ് വിത്ത് സം പ്രൊട്ടക്റ്റീവ് കവറിംഗ്. അപ്പൊ ഇതിന്റെ കൂടെ ഇംപ്രിഗ്നേറ്റഡ് പേപ്പർ, ഇതിന്റെ കൂടെ എന്ത് ചെയ്യും, പേപ്പർ ഇൻസുലേറ്റർ കൊടുക്കും. ഓക്കെ, it is required to be left unused on the site during laying, it ends are ഇതിന് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിന്റെ എൻസ് എന്ത് ചെയ്യും, ടെമ്പററി വാക്സ് ആയിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്യും, അല്ലെങ്കിൽ വാക്സോ ടാറോ ആയിട്ട് അതിന്റെ എൻഡിൽ കവർ ചെയ്യും. സിൻസ് ദ പേപ്പർ ഇൻസുലേറ്റർ കേബിൾ ഹാവ് ദ ടെൻഡൻസി ടു അബ്സോർബ് മോയ്സ്ചർ ദേ ആർ യൂസ്ഡ് വേർ ദ കേബിൾ റൂട്ട് ഹാസ് ഫ്യൂ ജോയിന്റ്സ് കുറവുള്ളിടത്ത് മാത്രമേ ഇത് യൂസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ പേപ്പർ ഇതിന്റെ പേപ്പർ എന്തുണ്ട്, വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ലോ വോൾട്ടേജസ്, കൺജസ്റ്റഡ് ഏരിയ, ജോയിന്റ്സ് കുറവുള്ളിടത്ത് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ സ്മോളർ ഇൻസ്റ്റാളേഷൻ, അതുപോലെ ലെങ്ത് സ്മോൾ, അതുപോലെ ജോയിന്റ്സ് ഒക്കെ കുറവുള്ളിടത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാർണിഷ്ഡ് കാംബ്രിക്. ഇറ്റ് ഈസ് എ കോട്ടൺ ക്ലോത്ത്, ഒരു കോട്ടൺ ക്ലോത്ത് ആണ്, ഇംപ്രിഗ്നേറ്റഡ് ആൻഡ് കോട്ടഡ് വിത്ത് വാർണിഷ്. ദിസ് ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ ഈസ് ആൾസോ നോൺ ആസ് എംബെയർ ടൈപ്പ് എന്ന് പറയും. Cambric is lapped onto the conductor in the form of tape and its surfaces are coated with a petroleum jelly compound. അപ്പൊ ഇതെന്താന്ന് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ പറയാം. ഇത് ഫുൾ എന്താ വെച്ചാൽ ഒരു തിയറിയാണ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് ഒരു ഹൈഗ്രോസ്കോപ്പിക് ആണ്. അതുകൊണ്ട് ഈ കേബിൾസ് എപ്പോഴും എന്താണ് മെറ്റൽ ഷെത്തായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ ഹൈഗ്രോസ്കോപ്പിക് ആയിരുന്നു, വെള്ളം വലിച്ചെടുക്കാന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് മെറ്റൽ ഷെത്ത് മസ്റ്റ് ആണ്. ഓക്കെ, ഡയറക്ടറി സ്ട്രെങ്ത് 4 kV/mm ആണ്, പെർമിറ്റിവിറ്റി 2.5 to 3.8 ആണ്. നെക്സ്റ്റ് PVC. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സിന്തറ്റിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, it is obtained from the polymerization of acetylene and is in the form of white powder. For obtaining this material as a cable insulation, it is compounded with certain materials known as plasticides, which are liquids with ഇത് കുറച്ച് പേപ്പർ ആണ്, ഇത് നമ്മൾ പൗഡർ ആണ്. ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും, പൗഡർ എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിസൈസേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, ലിക്വിഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, അത് ബോയിൽ ചെയ്തിട്ട് ഒരു ബോയിലിംഗ് പോയിന്റ് വരെ ഇതാക്കിയിട്ട് എന്ത് ചെയ്യും, ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കും. അങ്ങനെ ഒരു ജെല്ല് എന്തായിട്ട് ഈ മെറ്റാലിക് പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, ഈ ഡിസൈഡ് ടെമ്പറിലാക്കിയിട്ട് അതിന്റെ മുകളിൽ കൊടുക്കും. ഓക്കെ, പോളി വിനൈൽ ക്ലോറൈഡ് ഹാസ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ്, ഗുഡ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്, മെക്കാനിക്കൽ ടഫ്നെസ്, നമുക്ക് എന്താണ് ടെമ്പറേച്ചർ എത്ര വന്നാലും, അതുപോലെ വല്ല നമ്മൾ ഇതിന്റെ മുകളിൽ വന്നാലും ഒരു പ്രശ്നമില്ല. ഇറ്റ് ഈസ് ഇനേർട്ട് ടു ഓക്സിജൻ. ഓക്സിജൻ വന്നു കഴിഞ്ഞാലും കൊറോഷൻ വരില്ല. ഓൾമോസ്റ്റ് ഇനേർട്ട് ടു മെനി ആൽക്കലീസ് ആൻഡ് ആസിഡ്സ്. ഒരുവിധം എല്ലാത്തിനും ഇനേർട്ടാണ്. അതുകൊണ്ട് ഈ ഇൻസുലേഷൻ ആണ് നമ്മൾ VIR-നെക്കാട്ടും അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. സിമെന്റ് ഫാക്ടറി
സിമെന്റ് ഫാക്ടറിയിലും കെമിക്കൽ ഫാക്ടറിയിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ആസ് എ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് PVC are not so good, so those of rubber, therefore PVC insulated cables are generally used for low end. അതായത് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ലോ ആൻഡ് മീഡിയം ഡൊമസ്റ്റിക് ലൈറ്റ്സ് അതുപോലെ പവർ ഇൻസ്റ്റാലേഷൻസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കേബിൾ അത് രണ്ട് രീതിയിൽ സർവീസ് ഫോർ അണ്ടർഗ്രൗണ്ട് സർവീസിൽ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ടൈപ്പ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദയർ മാനുഫാക്ചർ, ഏത് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ ആണ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. പിന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ 5 ടൈപ്പ് ആയിട്ടാണ്. അതായത് ലോ ടെൻഷൻ ടേബിൾ, ഹൈ ടെൻഷൻ ടേബിൾ, സൂപ്പർ ടെൻഷൻ ടേബിൾ, എക്സ്ട്രാ ഹൈ ടെൻഷൻ ടേബിൾ, എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾ. അതൊക്കെ എന്താണ്, ഈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ നമ്മൾ ക്ലാസ് ചെയ്ത് സിംഗിൾ കോർ, 2 കോർ, 3 കോർ, 4 കോർ, ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സിംഗിൾ കോർ ലോ ടെൻഷൻ കേബിൾ. നമുക്ക് ഒരു കേബിള് ഒരു 3 ഫേസിലാണെങ്കിൽ സിംഗിൾ കോർ ആയിട്ട് 3 കേബിൾ യൂസ് ചെയ്യാം, സെപ്പറേറ്റ്, അല്ലെങ്കിൽ 3 കോറുള്ള കേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ലോഡ് ഡിമാൻഡും അനുസരിച്ചിട്ടാണ്. അതാണ് ഞാൻ ചോദിച്ചിരുന്നത്. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പറയുന്നത്. ദ കേബിൾ ഹാസ് ഓർഡിനറി കൺസ്ട്രക്ഷൻ ബിക്കോസ് stresses developed in the cable for the low voltages are generally small. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷെത്തിങ് അതായത് മെറ്റാലിക് ഷെത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സർവിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആർമറിങ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. Okay, it consists of one circular core of tinned standard copper or aluminium insulated by layers of impregnated paper. The insulation is surrounded by a lead sheath which prevents the entry of moisture into the inner parts. In order to protect the lead sheath from the corrosion, an overall serving of compound fibrous material, jute, etc. is provided. Single core cables are not usually armored in order to avoid excessive sheath losses. The principal advantage of single core cables are simple construction ആണ്, availability of larger copper section ആണ്. Next, cables for 3-phase service. ഓക്കെ, അത് കുറച്ച് ടൈപ്പ് കേബിൾ ഉണ്ട്. ബെൽറ്റഡ് കേബിൾ, സ്ക്രെയിൻഡ് കേബിൾ, പ്രഷർ കേബിൾ. അതായത് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്ത്, നമ്മൾ പറഞ്ഞല്ലോ വോൾട്ടേജിന് ഡിപ്പെൻഡ്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇൻ പ്രാക്ടീസ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആർ ജനറലി റിക്വയർഡ് ടു ഡെലിവർ 3-phase പവർ. അണ്ടർഗ്രൗണ്ട് കേബിൾസ് നോർമലി 3-phase പവർ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഫോർ ദ പർപ്പസ് ഈതർ 3 കോർ കേബിൾ അല്ലെങ്കിൽ 3 സിംഗിൾ കോർ കേബിൾസ് മേ ബി യൂസ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 കോർ കേബിൾ അല്ലെങ്കിൽ ഇതാണ് 3 കോർ കേബിൾ, അല്ലെങ്കിൽ 3 സിംഗിൾ കോർ കേബിൾ യൂസ് ചെയ്യാം. ഫോർ വോൾട്ടേജ് അപ് ടു 66 kV 3 കോർ കേബിൾസ്, that is multi-core construction is preferred due to economic reason. Up to 66 kV 3 core cable ആണ് നമ്മൾ economic reason കാരണം കൊണ്ട് പ്രിഫർ ചെയ്യണം. However, for voltage above 66 kV 3 core cables become too large and unwieldy and therefore single core cables. So 66 kV ക്ക് above എന്താണ് single core cable ആണ് യൂസ് ചെയ്യുക. Following types of cables നമ്മൾ പറഞ്ഞ സാധനങ്ങൾ, അതിൽ ഫസ്റ്റ് വൺ ബെൽറ്റഡ് കേബിൾ. അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരുന്നത്. ദിസ് കേബിൾസ് ആർ യൂസ്ഡ് ഫോർ വോൾട്ടേജ് അപ് ടു 11 kV ബട്ട് ഇൻ എക്സ്ട്രാ ഓർഡിനറി കേസസ് എക്സ്റ്റെൻഡഡ് അപ് ടു 22 kV. അപ്പോൾ 11 kV ക്കാണ് നോർമലി, എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ 22 kV യൂസ് ചെയ്യും. ദ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ദ കോർസ് ആർ ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ലെയേഴ്സ് ഓഫ് ഇംപ്രിഗ്നേറ്റഡ് പേപ്പർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണ് insulation പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Another layer of impregnated paper tape called paper belt is wound around the group insulated. അതായത് ഇതിന്റെ ചുറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ലക്ഷ്യത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാണ് thickness of insulation between conductor and sheath കാണിച്ചിട്ടുള്ളത്. The gap between the insulated cores is filled with fibrous insulating material വെച്ചിട്ടുണ്ട്. ഇതാണ് insulation between conductor sheath. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ജൂട്ടാണ്. കോഴ്സ് ആർ ജനറലി സ്റ്റാൻഡേർഡ് ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നോൺ സർക്കുലർ ഷേപ്പ് ആണ്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സർക്കുലർ ഷേപ്പ് അല്ല, ഓരോ കോറും നോൺ സർക്കുലർ ഷേപ്പ് ആണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി. ദ ബെൽറ്റ് ഈസ് കവേർഡ് വിത്ത് ലെഡ് ഷീത്ത് ടു പ്രൊട്ടക്ട് കേബിൾ. ലെഡ് ഷീത്ത് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മോയ്സ്ചർ മെക്കാനിക്കൽ എഞ്ചിൻ ഒന്നും ഇതാക്കാൻ. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് 1 or more layers of armoring with an outer serving. ഇതിന്റെ ചുറ്റും എന്തൊരു ആർമറിങ് കൊടുത്തിട്ടുണ്ട്, അത് ഇതിൽ കാണിച്ചിട്ടില്ല. The belted type construction is suitable only for low medium voltage. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡെവലപ്പ് ചെയ്യുന്നത് ലോ ആവണേന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലെസ് ആയതിനു മാത്രമേ യൂസ് ചെയ്യുള്ളൂ. However, for high voltage 22 kV അത്യാവശ്യം വരെ നമ്മൾ ഉപയോഗിക്കും.
The stresses act along layers of paper insulation. As the insulation resistance of paper is quite small along the layers, therefore tangential stresses set up leakage current along the layers of paper insulation. Paper insulation ആണ് ഇവിടെ tangential stresses ഉണ്ടാവുന്നതാണ് പറയുന്നത്. The leakage current causes local heating, resulting in the risk of breakdown of insulation at any moment. അതുകൊണ്ട് തന്നെ ഒരു ഇൻസുലേഷൻ ബ്രേക്കിംഗ് ഉണ്ടാകാൻ ചാൻസ് വരുന്നത് ലീക്കേജ് കറണ്ട് ഉണ്ടായാൽ അത് ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻ ഓർഡർ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി സ്ക്രീൻഡ് കേബിൾസ് ആർ യൂസ്ഡ്. അപ്പോൾ നമ്മൾ അടുത്ത ഇതിൽ കാണാൻ പോകുന്നത് അവിടെ എന്താണ് ലീക്കേജ് കറണ്ട്സ് ആർ കണ്ടക്ടഡ് ടു എർത്ത് ത്രൂ മെറ്റാലിക് സ്ക്രീൻ. അപ്പോൾ അവിടെ ലീക്കേജ് കറണ്ട് വരുന്നത് എന്ത് ചെയ്യും, അതിന്റെ മെറ്റാലിക് സ്ക്രീനിങ് ഉള്ളതുകൊണ്ട് അത് നേരെ എർത്തിലോട്ട് എന്ത് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യും. സ്ക്രീൻഡ് കേബിൾ 33 kV വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 66 kV വരെ വല്ല എക്സ്ട്രാ ഓർഡിനറി കണ്ടീഷൻ വന്നാൽ യൂസ് ചെയ്യാറുണ്ട്. രണ്ട് ടൈപ്പ് സ്ക്രീൻഡ് കേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ടൈപ്പ് കേബിളും SL ടൈപ്പ് കേബിളുമാണ്. ഓക്കെ, എന്താണ് എച്ച് ടൈപ്പ് കേബിൾ? ദിസ് ടൈപ്പ് ഓഫ് കേബിൾ എന്തുകൊണ്ടാണ് വന്നത് വെച്ചാൽ എച്ച് ഹോസ്റ്റഡ് എന്ന് പറഞ്ഞ ആളാണ് അത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് 3 കോർ എച്ച് ടൈപ്പ് കേബിൾ ആണ് കണ്ടിരിക്കുന്നത്. Each core is insulated by a layer of impregnated paper, that is paper insulation provided in the insulation on each cover is covered with a metallic screen which usually consists of perforated aluminum foil വെച്ചിട്ട് എന്ത് ചെയ്യുന്നത് ഇൻസുലേഷന്റെ മുകളിൽ മെറ്റാലിക് ഷെത്ത് കൊടുത്തിട്ടുണ്ട്. The cores are laid in such a way that metallic screens make contact with one another. അപ്പോൾ ഈ മെറ്റാലിക് ഈ കോഴ്സ് എങ്ങനെ വെച്ചിട്ടുള്ള വെച്ചാൽ ഈ മെറ്റാലിക് സ്ക്രീനിന്റെ മൂന്നും തമ്മിൽ കോണ്ടാക്ട് വരുന്ന രീതിയിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ നിന്നുണ്ടാവും രണ്ടും മൂന്നും നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. കോഴ്സ് അതിന് അഡീഷണൽ കണ്ടക്ടിങ് ബെൽറ്റ്, ഒരു അഡീഷണൽ കണ്ടക്ടിങ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ചുറ്റും. is wrapped around the 3 cores. ഈ മൂന്ന് ഉണ്ട്. The cable has no insulating belt but lead sheath bedding. ഒരു ഇൻസുലേറ്റിംഗ് ബെൽറ്റ് ഇല്ലാതെ പക്ഷെ എന്താണ് ഒരു ലെഡ് ഷെത്ത് ബെഡിങ് കൊടുത്തിട്ടുണ്ട്, ലെഡ് ഷെത്ത് കൊടുത്തിട്ടുണ്ട്, ബെഡിങ് കൊടുത്തിട്ടുണ്ട്, ആർമറിങ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം സർവിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഈച്ച് സ്കോർ സ്ക്രീൻ എന്തിനാണ് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വിത്ത് ദ കണ്ടക്ടിംഗ് ബെൽറ്റ് ആൻഡ് ലെഡ് ഷെത്ത്. ഓരോ കോർ സ്ക്രീനും എന്താണ് ഈ ഇതിന്റെ ഓരോ കോറിന്റെ സ്ക്രീൻ എന്താണ് ഈ കണ്ടക്ടിംഗ് മെറ്റീരിയലായിട്ട് കോണ്ടാക്ട് ഉണ്ട്. As of all the 4 screens, that is 3 core screen, അതായത് 4 core screen എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക, 3 കണ്ടക്ടർ കോറും ഉണ്ട്, ഒരു കണ്ടക്ടിംഗ് ബെൽറ്റ് ഉണ്ട്. ആൻഡ് lead sheath are at earth potential, therefore the electric stresses are purely radial and consequently dielectric losses are reduced. അപ്പോൾ അത് എർത്ത് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് സ്ട്രെസ്സസ് റേഡിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഡയലക്ട്രിക് ലോസസ് കുറവാണ്. Two principal advantages are claimed. എന്തൊക്കെയാണ്? Firstly, perforation in the metallic screens assists in the complete impregnation of the cable with the compound and thus possibility of air pockets അല്ലെങ്കിൽ voids. എന്താണ് voids എന്ന് പറഞ്ഞാൽ vacuum spaces ഉണ്ടാവണേ, vacuum spaces എന്ന് പറയാം. ഡയറക്റ്റ് അത് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. The voids is if present tends to reduce the breakdown strength. Void ഈ എയർ പോക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കേബിളിന്റെ ബ്രേക്ക് റെഡ്യൂസ് ചെയ്യും, അത് ഡാമേജ് പേപ്പർ ഇൻസുലേഷൻ ഡാമേജ് വരും. രണ്ടാമത്തെ പറഞ്ഞാൽ മെറ്റാലിക് സ്ക്രീൻസ് ഇൻക്രീസ് ദ ഹീറ്റ് ഡിസിപ്പേറ്റിംഗ് പവർ ഓഫ് ദ കേബിൾ. ഈ മെറ്റാലിക് സ്ക്രീനിങ് കാരണം കൊണ്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഹീറ്റ് വേഗം പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്യും. സെക്കൻഡ് വന്നാണ് SL ടൈപ്പ് കേബിൾ ആണ്. ഷോസ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്രീൻ ആണ് കാണിക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് ലെഡ് ടൈപ്പ് എന്നും പറയും, അതുകൊണ്ടാണ് SL എന്ന് പറയുന്നത്. It is basically H-type cable, but the screen round each core insulation is covered its own lead sheath. നേരത്തെ ആണെങ്കിൽ സെപ്പറേറ്റ് ലെഡ് ഷെത്ത് ആയതെങ്കിൽ ഇവിടെ its own lead sheath വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ലെഡ് എന്നാണ് SL, സെപ്പറേറ്റ് ലെഡ്. ദർ ഇസ് നോ ഓവറോൾ ലെഡ് ഷെത്ത് ബട്ട് ഓൺലി ആർമറിംഗ് ആൻഡ് സർവിങ്. ഓവറോൾ ലെഡ് ഷെത്ത് ഇല്ലാതെ ആർമറിംഗ് സർവിങ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. SL type cables have two main advantages over H type. H type ന്റെ മുകളിൽ രണ്ട് മെയിൻ അഡ്വാൻറ്റേജസ്. സെപ്പറേറ്റ് ഷെത്ത് മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് കോർ ടു കോർ ബ്രേക്ക് ഡൗൺ. സെപ്പറേറ്റ് ഷെത്ത് ഉള്ളതുകൊണ്ട് കോർ ടു കോർ ബ്രേക്ക് ഡൗൺ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബെൻഡിങ് ഓഫ് കേബിൾസ് ബിക്കംസ് മച്ച് ഈസി ഡ്യൂ ടു എലിമിനേഷൻ ഓഫ് ഓവറോൾ ലെഡ് ഷെത്ത്. ഓവറോൾ ആയിട്ട് ഇതില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, ബെൻഡിങ് എളുപ്പമായിരിക്കും. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 3 ലെഡ് ഷെത്ത് ഓഫ് SL കേബിൾ ആയതുകൊണ്ട് 3 തിന്നറാണ്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഷെത്ത് ഓഫ് കേബിളിനെക്കാട്ടും തിന്നറാണ്. അതുകൊണ്ട് മാനുഫാക്ചറിൽ എന്ത് ചെയ്യണം, നല്ല കെയർ ഉണ്ടാവണം. ലിമിറ്റേഷൻസ് ഓഫ് സോളിഡ് ടൈപ്പ് കേബിൾസ് എന്തൊക്കെയാണ്? സോളിഡ് ഇൻസുലേഷൻ ഈസ് യൂസ്ഡ്, നോ ഗ്യാസ് ഓർ ഓയിൽ സർക്കുലേറ്റ്സ് ഇൻ ദ കേബിൾ ഷെത്ത്.
ഇതിൽ നമ്മൾക്ക് എബവ് കൺസ്ട്രക്ഷനിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, അത് സോളിഡ് ഇൻസുലേഷൻ ആണുള്ളത്. അവിടെ ഗ്യാസോ ഓയിലോ ഒന്നും ഇല്ല. ദ വോൾട്ടേജ് ലിമിറ്റ് ഓഫ് ഫോർ സോളിഡ് ടൈപ്പ് കേബിൾ എന്ന് പറഞ്ഞാൽ 66 kV ആണ്. എന്തൊക്കെയാണ് റീസൺസ്? ആസ് എ സോളിഡ് കേബിൾ ക്യാരീസ് ദ ലോഡ്, ഇറ്റ്സ് കണ്ടക്ടർ ടെമ്പറേച്ചർ ഇൻക്രീസ് ആൻഡ് ദ കേബിൾ കോമ്പൗണ്ട് expands. This action stretches the lead sheath which may be damaged. അതായത് സോളിഡിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കേബിൾ കോമ്പൗണ്ടിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. When the load on the cable decreases, the conductor cools and a partial vacuum is formed within the cable sheath. അടുത്ത ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കേബിളിന്റെ മുകളിലുള്ള ലോഡ് കുറയുകയാണെങ്കിലോ കറണ്ട് കുറയുകയാണെങ്കിലോ ഒരു പാർഷ്യൽ വേക്വം അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. If the pinholes are present in the lead sheath, moist air may be drawn into the cable. ഇനി അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ പിൻഹോൾ അവിടെ വന്നു കഴിഞ്ഞാൽ മോയ്സ്റ്റ് എയർ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കടക്കും, അത് ഡയലക്ട്രിക് സ്ട്രെങ്തിനെ കുറക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ഇതാണ് രണ്ട് പ്രശ്നങ്ങൾ. മൂന്നാമത്തെ എന്താണ്? ഇൻ പ്രാക്ടീസ് voids are always present in the insulation of cable. Modern techniques of manufacturing have resulted in void free cables. void free cables ആണ് മോഡേൺ ടെക്നിക്സിൽ അത് ഉണ്ടാവുന്നത്. പക്ഷെ ഇതിന്റെ ഇൻസുലേഷനിൽ എപ്പോഴും voids ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ however under operating condition the voids are formed as a result of differential expansion and contraction of sheath and impregnated compound. എനിവേ എത്ര മോഡേൺ ടെക്നിക് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാലും അണ്ടർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ void ഉണ്ടാവും. The breakdown strength of the voids is considerably less than that of insulation. breakdown strength അതും considerably less ആണ്. If the void is small enough and the electrostatic stress across it may cause its breakdown. അപ്പോൾ void സ്മോൾ വളരെ സ്മോൾ ആണെങ്കിൽ പോലും എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം. ഓക്കെ, electrostatic stress കാരണം കൊണ്ട് ബ്രേക്ക് ഡൗൺ ഉണ്ടാവാം. The voids nearest to the conductor are the first to break down and the chemical and thermal effects of ionization causing permanent damage to the insulation paper. നമ്മൾ നേരത്തെ മൂന്ന് കേബിൾ പറഞ്ഞ് രണ്ടെണ്ണം പറഞ്ഞു. ഇനി അടുത്ത് പ്രഷർ കേബിൾസ് ആണ്. ഇത് ബിയോണ്ട് 66 kVക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. സോളിഡ് ടൈപ്സ് ആർ അൺറിലയബിൾ ബിക്കോസ് ദർ ഈസ് എ ഡേഞ്ചർ ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ഡ്യൂ ടു പ്രസൻസ് ഓഫ് voids കാരണം കൊണ്ട് സോളിഡ് കേബിൾസിൽ എന്താണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 66 kVയുടെ എബവ് ആകുമ്പോൾ പ്രഷർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, in such cables voids are eliminated by increasing pressure of compound and for this reason they are called pressure cable. അതായത് ഈ വോൾട്ടേജിന്റെ എബവ് വരുമ്പോൾ എന്ത് ചെയ്യും, voids eliminate ചെയ്യണമെന്ന് വെച്ചാൽ പ്രഷർ കോമ്പൗണ്ടിന്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യും, ആ voidsനെ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ പ്രഷർ കേബിൾ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് പ്രഷർ കേബിൾ എന്ന് പറഞ്ഞാൽ ഓയിൽ ഫീൽഡ് കേബിളും ഗ്യാസ് പ്രഷർ കേബിളാണ്. ഓക്കെ, അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഓയിൽ ഫീൽഡ് കേബിൾസിൽ എന്തായിരിക്കും, ചാനൽസ് ഡക്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിന്, ഓയിൽ സർക്കുലേഷന് വേണ്ടിയിട്ട്. The oil under pressure is the same oil used for impregnation use ചെയ്യുന്നത്. Is kept constantly supplied to the channel by means of external reservoirs placed at suitable distance, that is say 500 meter along the route of the cable. ഈ കേബിളിന്റെ റൂട്ടിൽ അവർ ചെറിയ ചെറിയ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യും, പ്രഷർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇതാക്കും. അപ്പൊ എന്താണ് ചെയ്യുന്നത്, ഓയിൽ അണ്ടർ പ്രഷറിൽ എന്ത് ചെയ്യും, കംപ്രസസ് ദ ലെയേഴ്സ് ഓഫ് പേപ്പർ ഇൻസുലേഷൻ ഈസ് ഫോഴ്സ്ഡ് ഇൻടു എനി voids and they may have formed between the layers. അപ്പോൾ അണ്ടർ പ്രഷറിൽ എന്ത് ചെയ്യും, കംപ്രസർ വരുമ്പോൾ ഈ voidsലോട്ട് ഓയിൽ പോയിട്ട് എന്ത് ചെയ്യും, കയറും. ഡ്യൂ ടു എലിമിനേഷൻ ഓഫ് voids, oil filled cables can be used for higher voltages, the range being 66 kV to 230 kV വരെ യൂസ് ചെയ്യാം. 3 types of oil ടൈപ്പ് കേബിൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്യാസ് പ്രഷർ കേബിൾ ഡിസ്കസ് ചെയ്യുള്ളൂ. സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ, സിംഗിൾ കോർ ഷെത്ത് ചാനൽ, 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ. Figure shows the construction details of a single core conductor channel oil filled cable. The oil channel is formed at the center of the stranding conductor wire around the hollow cylindrical portion. ഇതാണ് ഒരു oil duct provide ചെയ്തിട്ടുള്ളത്. Okay, the oil under pressure is supplied to the channel by means of external reservoir. അണ്ടർ പ്രഷറിൽ അതിലോട്ട് എന്ത് ചെയ്യും, എക്സ്റ്റേണൽ മീൻസ് റിസർവോയറിൽ നിന്ന് എന്ത് ചെയ്യും, ഓയിൽ സപ്ലൈ ചെയ്യും. ആസ് ദ ചാനൽ ഈസ് മെയ്ഡ് ഓഫ് സ്പൈറൽ സ്റ്റീൽ ടൈപ്പ്, it allows oil to percolate between copper strands to the റാപ്പിഡ് ഇൻസുലേഷൻ്റെയും കോപ്പർ, ഇത് ഓയിൽ ഡക്ട്, ഇതാണ് പേപ്പർ ഇൻസുലേഷൻ, ഇതാണ് അതിൻ്റെ ഇടയിലുള്ള കണ്ടക്ടർ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യും, ഈ ഓയിൽ പോകും. ദ ഓയിൽ പ്രഷർ കംപ്രസസ് ദ ലെയേഴ്സ് ഓഫ് പേപ്പർ ഇൻസുലേഷൻ, പ്രിവെന്റ്സ് പോസിബിലിറ്റി ഓഫ് void formation. അപ്പൊ ഈ എയർ പോക്കറ്റ് ഉണ്ടാവാതെ എന്ത് ചെയ്യും, ഇത് കാത്തുസൂക്ഷിക്കും. The system is so designed that when the oil gets expanded due to increase in cable temperature, the extra oil collects in the reservoir. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത് ഇരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, എക്സ്ട്രാ എന്തെങ്കിലും ഓയിൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും,
reservoir and collective. However, when the cable temperature falls during light load condition, the oil from the reservoir flows to the channel. അപ്പോൾ ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് ചാനലിലോട്ട് റിസർവോയറിൽ നിന്ന് ചാനലിലോട്ട് പോകും. ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കേബിൾ ഇസ് ദാറ്റ് ചാനൽ ഈസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ കേബിൾ. ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് കണ്ടക്ടറാണ് നോർമലി മിഡിൽ ആവുക, ഇത് മിഡിലാണ് അതിൻ്റെ ഇതിൽ. It is and is at full voltage with respect to earth, so that a very complicated system of joints is necessary. അപ്പോൾ ഇത് നടുവിൽ തന്നെ ആയതുകൊണ്ട് നല്ല കോംപ്ലിക്കേഷൻ ആണ് എന്ത് ഇതിന്റെ ജോയിനിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി figure 1 shows the construction details of single core Shet channel oil filled cable. In this type of cable, conductor is solid, similar to that of solid cable, and insulated, paper insulated. Our oil ducts are provided in the metallic Shet. ഈ metallic ഷെത്തിലാണ് എന്തുണ്ടാവുക, ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇതിലാണെങ്കിലോ in the 3-core oil filler cables shown in the figure 2, the oil ducts are located in the filler spaces. കണ്ട, 3-core cable ഇങ്ങനെ filler spaces oil ducts എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. These channels are composed of perforated metal ribbon tubing and are at each and are at earth potential. The oil filler cables have 3 principal advantages. എന്തൊക്കെയാണ്? Formation of voids and ionization are avoided. Voids ionization are avoided. Allowable temperature range and dielectric strength are increased. Allowable ആയിട്ടുള്ള temperature എല്ലാം increase ചെയ്തു. If there is a leakage, the defect in the lead sheath is at once indicated. The possibility of earth faults is decreased. However, disadvantage എന്താണ്? High initial cost, complicated system of laying one. ഈ ഓയിൽ ഫിൽഡ് കഴിഞ്ഞു, ലാസ്റ്റ് വൺ ഗ്യാസ് പ്രഷർ കേബിൾ. ഇതാണ് ഗ്യാസ് പ്രഷർ കേബിൾ. When the voltage required to set up ionization inside a wire increases as the pressure is increased. Therefore, if ordinary cable is subjected to a sufficiently high pressure, the ionization can be altogether eliminated. അപ്പോൾ ഇവിടെ എന്താണ്, ഗ്യാസ് പ്രഷർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അയണൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ദ ഇൻക്രീസ്ഡ് പ്രഷർ പ്രൊഡ്യൂസസ് റേഡിയൽ കംപ്രഷൻ വിച്ച് ടെൻഡ്സ് ടു ക്ലോസ് എനി വോയിഡ്സ്. അപ്പോൾ ഇൻക്രീസ്ഡ് പ്രഷർ കാരണം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റേഡിയൽ കംപ്രഷൻ ഉള്ളതുകൊണ്ട് വോയിഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് പ്രഷർ കേബിൾ. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. Section of external pressure cable designed by Hoster എന്നാണ് ഇതാക്കിയിരിക്കുന്നത്. The construction of the cable is similar to that of ordinary solid type cable, except that it is a triangular shape and the thickness of lead sheath is 75% that of solid cable. Solid cable 75% എന്തുണ്ട്, thickness lead sheath ഉണ്ട്. Triangular section reduces the weight and gives low thermal resistance. Triangular അത് വെയിറ്റ് കുറക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ലോ തെർമൽ റെസിസ്റ്റൻസ് ആയിരിക്കും, ചൂട് കൊണ്ടുണ്ടാവുന്ന റെസിസ്റ്റൻസ്. ബട്ട് ദ മെയിൻ റീസൺ ഫോർ ട്രയാങ്കുലർ ഷേപ്പ് ഈസ് ദാറ്റ് ദ lead sheath acts as a pressure membrane. ഈ lead sheath എന്ത് ചെയ്യും, ഒരു പ്രഷർ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. The sheath is protected by a thin metal type. ഒരു thin metal type ആണ് sheath എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. The cable is laid in a gas tight steel pipe. The pipe is filled with dry. ഇത് ഇത്ര ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്തതിൽ കാണാം.